ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ചെമ്മനീർ പൂവിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആ സത്യങ്ങൾ മുഴുവൻ അറിയുകയാണ്. ശ്രുതി ആദ്യം ഒന്ന് പ്രസവിച്ചിട്ടുണ്ടെന്നുള്ളൊരു സത്യം അറിയാം. ഇതെല്ലാം ദേവുവാണ് വന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ട് ഷോക്ക് അടിച്ചൊരു മട്ടിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. അപ്പൊ രേവതിയോട് ചേച്ചി എന്തേ ചേച്ചി ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവ് എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ചേച്ചി അത് വിശ്വസിക്കണം. കാരണം സിസ്റ്റർ വെറുതെ പറയില്ല. ശ്രുതി ചേച്ചി പറഞ്ഞതും റെക്കോർഡിലും ഉള്ളതുമായ കാര്യങ്ങളാണ് സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞത്. അത് സത്യമായ കാര്യം തന്നെയാണ് ചേച്ചി, അതിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവു, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ദേവു, നീ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയരുത്. പറയണം ചേച്ചി, എല്ലാവരോടും പറയണം. അവർ പണ്ടേ ഫ്രോഡാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ചേച്ചി. അവരുടെ മുഖത്ത് കള്ളത്തരം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരോടും പറയണം. അവരുടെ കള്ളത്തരം പൊളിച്ചെടുക്കണം ചേച്ചി. വേണ്ട ദേവു, അമ്മയോ അല്ലെങ്കിൽ ശരത്തൊന്നും അറിയണ്ട. അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ദേവു. അതുകൊണ്ട് അവരറിയണ്ട. ശരി, ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് പറയുന്നില്ല. എന്താ, മതിയില്ലേ? മതി ദേവു, എനിക്കാണെങ്കിൽ ആകെ പേടി തോന്നുന്നു. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയാണെങ്കിൽ ആ ഒരു ഷോക്കിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് ഇങ്ങനെ പോവാണ്. പോയി ഒരു ഓട്ടോറിക്ഷ ഇടിക്കാൻ വേണ്ടി മുന്നിൽ വന്ന് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ തകർത്ത് തരിപ്പണായാനെ. ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ രേവതി ചീത്ത പറയണേ, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ചേട്ടാ സോറി ചേട്ടാ, ഞാൻ അറിയാതെയാണ് ചേട്ടാ. നിങ്ങൾ വന്നിടിച്ചാൽ ഞങ്ങൾക്കാണല്ലോ കുറ്റം, ഞങ്ങൾക്ക് തന്നെ കുറ്റം. നിങ്ങൾക്ക് ഒരു കുറ്റമില്ലല്ലോ. റോങ് സൈഡ് വന്ന് വണ്ടി ഓടിച്ചിട്ട് സോറി പറയുന്നോ? കൊച്ചെ, അപ്പുറത്ത് കൂടിയല്ലേ വണ്ടി ഓടിക്കേണ്ടത്, ഇങ്ങോട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി ഏട്ടാ, ഞാൻ അറിയാതെ. വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കൂ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. രേവതി ആണെങ്കിൽ വണ്ടി ഓടിച്ച് നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സച്ചി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. സാറേ, ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം, എൻ്റെ വക. നിങ്ങൾ വണ്ടി ചാർജ് ഒന്നും തരണ്ട. പക്ഷേ രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ നിങ്ങൾ എനിക്ക് ചാർജ് ചെയ്യേണ്ടി വരും സാറേ. അപ്പോൾ ആദ്യത്തെ പ്രസവമോ എന്നിങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി രേവതിയോട്, അതെ ഒരു കസ്റ്റമറാ, ഞാനൊന്ന് ഡീൽ ചെയ്യട്ടെ. സാറേ, ഞങ്ങളുടെ വയറ്റിപ്പഴപ്പല്ലേ സാറേ, ഇങ്ങനെയൊക്കെ ഓടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരെയും ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും സാറേ? അതുകൊണ്ട് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ രേവതി, എനിക്ക് നല്ലൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് രേവതി, ഞാൻ പോയിട്ട് വരാം, ഒരു പ്രസവ കേസാണ് പറഞ്ഞുകൊണ്ട് ഈ സച്ചി വണ്ടിയിലേക്ക് കയറുക. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് രേവതി എന്തൊക്കെയോ പിച്ചുമ്പയും പറയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അല്ലേ? അതെ, ആദ്യൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ ഉറപ്പാണല്ലേ ഇത് ആദ്യത്തെ പ്രസവം അല്ല എന്ന് ഉറപ്പാണല്ലേ? അതെ, ഇത് ആദ്യത്തെ പ്രസവം അല്ല രേവതി, രണ്ടാമത്തെ പ്രസവമാണെന്നേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രസവം എപ്പോഴാണ് നടന്നത് എന്നിങ്ങനെ രേവതി പറയാണ്. ഇത് കേട്ട സച്ചി ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട്, അത് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാണ് രേവതി? എനിക്കെങ്ങനെ അറിയാം അവരുടെ ആദ്യത്തെ പ്രസവം എപ്പോഴാ നടന്നതെന്ന്? ഏതായാലും അതുകൊണ്ടാ രണ്ടാമത്തെ കുഞ്ഞുണ്ടാവോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി പോയത്. അപ്പോ ആദ്യം ഒന്ന് പ്രസവിച്ചിട്ടുണ്ട്, അതെവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പിച്ചുമേയും പറയാ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ, രേവതി, അല്ല ഇന്ന് നീയാണോ കുടിച്ചിട്ട് വന്നത്? അല്ല, എപ്പോഴും ഞാനാ കുടിച്ചിട്ട് വരുന്നത്, ഇന്ന് നീയാണോ രേവതി കുടിച്ചിട്ട് വന്നത്? നിന്നോട് വാച കടിച്ചിരുന്നാലേ കസ്റ്റമർ പോകും. വേണമെങ്കിൽ പ്രസവം വീട്ടിൽ തന്നെ നടക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് സച്ചി ഒറ്റ പോക്കാണ്. രേവതിക്ക് അപ്പോഴും ഷോക്ക് മാറിയിട്ടില്ല. രേവതി വണ്ടി അവിടെ നിർത്തി. രേവതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അകത്തേക്ക് കയറുകയാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. രേവതി എന്തോ ചിന്തിച്ചിങ്ങനെ നടക്കുമ്പോൾ ചന്ദ്ര രേവതിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് രേവതി ഇങ്ങനെ ഒളിഞ്ഞൊന്ന് നോക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ എന്നിട്ടും ചന്ദ്രയെ കണ്ട ഭാവം നടിക്കുന്ന രേവതി എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ, അയ്യോ അമ്മേ, എന്താ അമ്മേ? ഞാൻ എന്താടി കടുകുമണിയാണോ എന്ന് ചോദിച്ചപ്പോൾ, ആണോ അമ്മേ, കടുകുമണിയാണോ? എൻ്റെ പാലികണമെല്ലാം കേട്ടാലുണ്ടല്ലോ, ഇത്രയും മുഴുത്ത ഞാനിവിടെ നിന്നിട്ട് നീ എന്നെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ലല്ലോ രേവതി. നീ എന്താലോചിച്ച് നിൽക്കുക? നീ ഈ ലോകത്തൊന്നും അല്ലേ രേവതി? അമ്മേ, എന്താ പ്രശ്നം?
അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടീ വേണം, നീ ടീ എടുത്തോണ്ട് വാ എന്ന് പറയാം. ഇത് കേട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ ആ ശരി ഓക്കെ ഞാൻ എടുക്കാം. അങ്ങനെ നമ്മുടെ രേവതി റിമോട്ട് എടുത്തിട്ട് ടി വി വെക്കുകയാണ്. ടി വി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിലും പ്രസവ സീന്. ആ പ്രസവ സീൻ കണ്ട് നമ്മുടെ രേവതി അന്തം വിട്ട കുന്തം പോലെ നോക്കി. ചന്ദ്രയ്ക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രയാണെങ്കിൽ ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ആ റിമോട്ട് മേടിച്ചിട്ട് ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. എടാ രേവതി, നീ എന്താ കാണിച്ചത്? നീ എന്തിനാ ടി വി വെച്ചത്? അല്ല അമ്മയല്ലേ പറഞ്ഞത് ടി വി വെക്കാനായിട്ട്. എടി ടി വി വെക്കാനല്ല ഞാൻ പറഞ്ഞത്, ടീ എടുത്തോണ്ട് വരാനാണ്. അയ്യോ ആണോ അമ്മേ, ടീ എടുത്തിട്ട് വരാനാണോ? ഞാൻ കേട്ടത് ടി വി വെക്കാനെന്നാ ഞാൻ കേട്ടത്. അതുകൊണ്ട് അമ്മേ സോറി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വാടി, ടീ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ടീ എടുക്കാൻ വേണ്ടി. രേവതിക്കാണെങ്കിൽ തല പുകഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അതെ വർഷയും ശ്രീകാന്തൊക്കെ ഓടിപ്പാഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഈ അടുക്കളയിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാത്രമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു ഓർമ്മയില്ല. അപ്പോഴാണ് ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വരുന്നത്. സോറി, വർഷയും ശ്രീകാന്തല്ല വന്നത്, ശ്രുതിയും കൂടിയാണ് വന്നത്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ വരികയാണ്. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് ഇങ്ങനെ വിളിച്ചു കൂകുന്നത് എന്ന് ചോദിക്കണം. അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് അമ്മേ, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെ അമ്മേ ഈ സ്വീറ്റ് എടുക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീറ്റ് കൊടുക്കുകയാണ്. എടാ പറയടാ, എന്താണ് സന്തോഷ വാർത്ത? അമ്മേ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണമ്മേ. അത്രയ്ക്കും വലിയൊരു സന്തോഷ വാർത്തയാ. അത് പറയാൻ വേണ്ടി ഞങ്ങൾ കുതിച്ചു മാഞ്ഞു വരികയായിരുന്നു നമ്മുടെ അടുത്തേക്ക്. പക്ഷെ എപ്പോഴേക്കും അപ്പൊ ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് സന്തോഷ വാർത്തയെന്ന്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയാതെ തന്നെ. എന്താ അമ്മേ? ശ്രുതിയുടെ മുഖത്തുനിന്നത് എനിക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ശ്രുതി വായിച്ചെടുക്കാന്നോ? അപ്പോൾ പറയട്ടെ, ഇവള് പ്രഗ്നന്റ് ആണല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ നീ പറയുന്നത്? ഞാൻ പ്രഗ്നന്റ് ഒന്നുമല്ല. പിന്നെ എന്താ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത്? എന്ത് സന്തോഷ വാർത്തയാ? അയ്യോ എൻ്റെ പൊന്നമ്മേ, അവള് പ്രഗ്നന്റ് ഒന്നും അല്ലെന്നേ. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാലേ അതെ, ഞങ്ങളുടെ ഷോറൂമില്ലേ അതില് ഇന്ന് 20 ടി വി വിറ്റുപോയി. ടി വി വിറ്റുപോയെന്നോ? അമ്മേ ടി വി വിറ്റുപോയി. ഇതാണോടോ സന്തോഷ വാർത്ത? അതെ അമ്മേ, ഞങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയല്ലേ അമ്മേ, അതല്ലേ സന്തോഷ വാർത്ത. പ്രോഫിറ്റ് എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണ്ട കേട്ടോ. ദേ ശ്രുതി ഒരു അമ്മയും നീ ഒരു അച്ഛനാവുന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അതിൽ പല സന്തോഷമൊന്നുമില്ല. നിനക്കെന്താ അമ്മയാകണമെന്ന് ആഗ്രഹമില്ലേ ശ്രുതി? അത് പിന്നെ ആൻറ്റി എന്താ നിനക്കൊരു അച്ഛനാകണമെന്ന് ആഗ്രഹമില്ലേ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ അതൊക്കെ നടക്കും, അതിൻ്റെതായ രീതിയിൽ നടക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയല്ലേ, ഇനി അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് പോകില്ലമ്മേ. ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ. അപ്പോഴേക്കും രേവതി വരികയാണ് ചായയായിട്ട്. അമ്മയെന്ന ചായ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ചായയോടെ വെക്കുക എന്ന് പറയാ. അപ്പോൾ ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക രേവതി, കണ്ണെടുക്കാതെ. എന്താ രേവതി, നീ എന്താ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത്? എന്ത് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. ഇവള് കുറേ നേരമായി ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്താണ് അവസ്ഥയെന്ന് ആർക്കറിയാം. അപ്പോൾ എടാ ശ്രുതി ആ ചായ എടുത്തേ. അങ്ങനെ ശ്രുതി ചായ എടുത്ത് കൊടുക്കുകയാണ്. രേവതി ഇന്ന ഈ സ്വീറ്റ് കഴിക്കുക. അപ്പോഴും രേവതി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ രേവതി നീ തന്നെ ഇങ്ങനെ നോക്കുന്നേ, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ ചന്ദ്ര ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യേ ഇതെന്താണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്? അമ്മേ ചായ വേണോന്നല്ലേ അമ്മ പറഞ്ഞത്? എന്നിട്ട് ഇത് കോഫിയാണല്ലോ. കോഫിയോ? ഞാൻ ചായയാണല്ലോ അമ്മ ഇട്ടത്. ശ്രുതി മോളെ നീ ഒന്ന് കുടിച്ചു നോക്കിക്കണ്ടേ എന്ന് പറയുമ്പോൾ ശ്രുതി അത് കുടിക്കാൻ പോയപ്പോൾ നമ്മുടെ ശ്രുതി അവിടെ തടയാണ്. അയ്യോ ശ്രുതി അത് കുടിക്കല്ലേ, അത് അമ്മയുടെ എച്ചിലല്ലേ. ഇത് കേട്ട ചന്ദ്രയ്ക്ക് കാലി വരിക. എടാ എന്താടാ നീ പറഞ്ഞത്? അത്രയ്ക്ക് തീണ്ടലായി പോയോ നീ എനക്കെന്നെ? അയ്യോ അമ്മേ അതല്ലമ്മേ, ആ ജ്യോത്സ്യം പറഞ്ഞത് അങ്ങനെയാണ്, ഒരു ജ്യോത്സ്യൻ. അപ്പോഴേക്കും ശ്രുതി അതൊക്കെ വിടാൻ്റെ, ഞാൻ നോക്കട്ടെ കോഫിയാണോ എന്ന്. അങ്ങനെ ശ്രുതി കുടിച്ചു നോക്കിയപ്പോൾ അയ്യോ ഇതിപ്പോൾ ആൻറ്റി പറഞ്ഞ സത്യമാണ്, ഇത് കോഫിയാണ് രേവതി, കോഫി. അയ്യോ കോഫി ആയിരുന്നോ അമ്മേ? സോറി അമ്മേ, ഞാനെന്നാ പിന്നെ ചായ എടുത്തിട്ട് വരാം. ഓ ചായ ഇനി നീ എടുത്തിട്ട് വരണ്ട, അതും പറഞ്ഞുകൊണ്ട് വേറെ വല്ലതായിരിക്കും എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുന്നത്. നിന്നൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു എത്തൂല്ല, ഒരു പിടിയില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴും രേവതി ശ്രുതിയെ തന്നെ നോക്കുമ്പോൾ നീ കുറേ നേരം ആയല്ലോ രേവതി എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നത്, അതിന് മാത്രം എന്താ ഉണ്ടായത്? അപ്പോഴേക്കും ദേ വരുന്നു
വർഷയും ശ്രീകാന്തും കൂടി ഓടിപ്പാഞ്ഞ് വരികയാണ്. ഇവരാണെങ്കിൽ മോളോട് കയറി പോവുകയും ചെയ്തു. അപ്പോൾ രവി അങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ രവി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ രവിയെ അച്ഛ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താണ് അച്ഛ, എണീക്ക അച്ഛ, ഒരു സന്തോഷ വാർത്തയുണ്ട് അച്ഛ. സച്ചിയേട്ടൻ എന്താ ചെയ്തേന്നറിയാവോ? സച്ചിൻ ഇത്രയും വലിയൊരാളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണ്. അപ്പം രേവതി ഓടി വരികയാണ്. അപ്പോൾ ചന്ദ്രയും വരികയാണ്. അയ്യ, അവൻ എന്താ കാണിച്ചു കൂട്ടിയത്? അവൻ വല്ല ബാറിലും പോയിരുന്ന് കുടിച്ചിലേക്ക് കേട്ട് ആരെങ്കിലോടും തല്ല് കൂടിയിട്ടുണ്ടാവും. ഇതല്ലേ നടന്നിട്ടുണ്ടാവുക. ദേ ചന്ദ്രേ, എന്തിനാ ചന്ദ്ര ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്? എന്താണ് സത്യം എന്നറിയാതെ ചുമ്മാ കിടന്ന് വായൊക്കെ തോന്നിയതുപോലെ ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് വേറെ ഒരു പണിയില്ലേ ചന്ദ്രേ എന്നിങ്ങനെ പറയാണ്. ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും അതെ, നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാ. സച്ചിയായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു നല്ല കാര്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇറങ്ങിയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അവനെന്താ വല്ല ഗവേഷണവും കണ്ടുപിടിച്ചോ? അവൻ ശാസ്ത്രജ്ഞനാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കടാ മിണ്ടാതിരിക്കടാ, നീ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അവൻ സച്ചിയെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നു. നിനക്കൊക്കെ വേറെ ഒരു പണിയില്ലേ എന്ന് രവി അങ്ങനെ കുറ്റം പറയാണ്. അങ്ങനെയൊന്നും അല്ല അച്ഛാ. അപ്പോൾ രേവതി ചോദിക്കണേ, എന്താ ശ്രീകാന്തിന്റെ കാര്യം? എന്താണ് സച്ചിയേട്ടൻ ചെയ്ത നല്ല കാര്യം? അത് പിന്നെ അതെന്താണെന്നറിയാവോ എന്നിങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സച്ചി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു പൂമാലയൊക്കെ ഇട്ട് കയ്യിൽ സ്വീറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ പൂമാലയിട്ട് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇതെന്താടാ നിന്റെ കഴുത്തിൽ പൂമാല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വീണ്ടും അവിടെ കുത്തി പറയണ, അത് വേറൊന്നും ആയിരിക്കില്ല, ഇവളുടെ പൂവൊന്നും ആരും മേടിക്കാനുണ്ടാവില്ല, അതുകൊണ്ട് വണ്ടി കിടന്നുവെച്ച് പൂമാല എടുത്ത് ഇവൻ്റെ കഴുത്തിലിട്ടതായിരിക്കും അല്ലേ, ഇവൾക്ക് കച്ചവടമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചിയാണെങ്കിൽ ദേ നിങ്ങൾ അനാവശ്യം പറയരുത്, നിങ്ങൾ കണ്ടോ വണ്ടി കിടക്കുന്ന പൂമാല എടുത്ത് ഞാൻ ഇടുന്നത്? ഇല്ലല്ലോ, കണ്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പറയുന്നത്? എൻ്റെ രേവതിക്ക് നല്ല കച്ചവടമുണ്ട്, അവളെ തേടി കുറേ കസ്റ്റമർ വരുന്നുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല, നീ അങ്ങനെയൊക്കെ പറയുമല്ലോ, നമുക്ക് കണ്ടറിയാം. അപ്പം രേവതി സച്ചേട്ടാ അതൊക്കെ വീട് സച്ചേട്ടാ, ഇതെന്താ മനസ്സിലായില്ല? സച്ചേട്ടൻ്റെ കഴുത്തിൽ എങ്ങനെയാണ് പൂമാല വന്നത്? ഇത് പൂമാല വന്നതല്ല, എനിക്ക് എല്ലാവരും കൂടി പൂമാല ഇട്ട് തന്നാണ് രേവതി. പൂമാല ഇട്ട് തന്നോ? എന്തിനു വേണ്ടി? അതൊക്കെ ഞാൻ പറയാം. ആദ്യം സ്വീറ്റ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വീറ്റ് എല്ലാവർക്കും കൊടുക്കുകയാണ്, ചന്ദ്രയ്ക്കും കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ 2-3 ലഡു കൊടുത്തിട്ട് നമ്മുടെ ശ്രുതിക്കൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും അച്ഛാ ഞാനൊരു കാര്യം പറയാം അച്ഛാ. എന്ത് കാര്യം? അതേ, എൻ്റെ വണ്ടിയിൽ ഇന്നൊരു പ്രസവം നടന്നു. കൊള്ളാം, ഇവൻ്റെ വണ്ടിയിൽ പ്രസവം നടന്നില്ലെങ്കിലേ ഇതുള്ളൂ. കാരണം ഇവന് വണ്ടി ഓടിക്കാൻ അറിയാമോ? ഇവൻ വണ്ടി എടുത്ത് കുലുക്കി പറിച്ച് ഏതെങ്കിലും വഴി പോയിട്ടുണ്ടോ? അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതെ, ഏതെങ്കിലും കട്ടർ വഴി പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രസവവേദന കൂടിയിട്ടുണ്ടാവും, അവിടെ തന്നെ പ്രസവിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, ഞാനൊന്ന് പറയട്ടെ എൻ്റെ അച്ഛൻ്റെ അടുത്ത്, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മോനെ സച്ചി നീ പറയടാ, എന്താ സംഭവം ഉണ്ടായത്? അതെ അച്ഛാ, ഇന്നൊരു ഗർഭിണി പെണ്ണ് എൻ്റെ വണ്ടിയിൽ കയറി. കുറേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിനാണെങ്കിൽ പ്രസവവേദന കൂടി. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴേക്കും എനിക്കറിയാവുന്ന ആ ചേച്ചിയില്ലേ, മാർക്കറ്റിലെ ചേച്ചി, വൈറ്റാടിയെ വിളിച്ചല്ലേ, നീ ഒന്നും മിണ്ടാണ്ടിക്കടാ, ഞാൻ പറയട്ടേടാ. എനിക്കപ്പോൾ ഒരു ഐഡിയ തോന്നി. ഞാൻ ആ മാർക്കറ്റിലേക്ക് പാഞ്ഞു വിട്ടു വച്ചാ. മാർക്കറ്റിലേക്ക് പാഞ്ഞു വിട്ട് ഞാൻ ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം തന്നെ ആ ചേച്ചി എന്താ ചെയ്തെന്നറിയാമോ? ഈ വണ്ടിയുടെ ചുറ്റും ഒരു കർട്ടൻ അങ്ങോട്ട് കെട്ടാനായിട്ട് പറഞ്ഞു. എല്ലാവരും കൂടി ചേർന്ന് ആ കർട്ടനും കെട്ടി ഒരു ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നച്ചാ. എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ കൈയും കാലും വിറച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല അച്ഛാ. ഇത് കേട്ട വർഷയാണെങ്കിൽ അയ്യോ എൻ്റെ ദൈവമേ, സച്ചിടം പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു, എൻ്റെ മേലൊക്കെ ഇങ്ങനെ കുളിർന്ന് കയറണം. അപ്പോൾ രവി ആണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കണ്ടേടാ. എന്നിട്ട് എന്തുണ്ടായിടാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ആ പെണ്ണ് വണ്ടിയുടെ ഉള്ളിൽ തന്നെ പ്രസവിച്ചച്ചാ എന്ന് പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിക്കൊന്നും അത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചന്ദ്രയ്ക്കാണെങ്കിൽ വലിയൊരു പുച്ഛം പോലെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.